ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനീർ പൂവില് ഇപ്പോൾ വളരെ വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് സച്ചിയും രേവതിയും ചെന്നുപെട്ടിരിക്കുന്നത്. പക്ഷെ ആ വിവരങ്ങൾ ആരും തന്നെ അറിഞ്ഞിട്ടില്ല. സച്ചിക്ക് തിരിച്ച് ആ കാറ് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട്, വാടക കാർ ഓട്ടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള അവസരം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് രേവതി ഈ പെടാപ്പാടെല്ലാം പെടുന്നത്. ആ ഒരു പലിശക്കാരന്റെ മുന്നിൽ കേൺ അപേക്ഷിച്ച് രേവതി ഒരുപാട് പറഞ്ഞതാണ്. പക്ഷെ അയാൾ സമ്മതിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. വീണ്ടും അയാളുടെ വീട്ടിൽ പോയി കണ്ട് കാറിന്റെ കാര്യം സംസാരിക്കാനും സച്ചിക്ക് വീണ്ടും കാറ് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് രേവതി സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷെ രേവതിയുടെ നന്മ തിരിച്ചറിയാനായിട്ട് ഇതുവരെ ആരും ശ്രമിച്ചിട്ടില്ല, പ്രത്യേകിച്ച് സച്ചി. ഇപ്പോഴും ചെറിയ ചെറിയ ദേഷ്യങ്ങളെല്ലാം സച്ചിക്ക് രേവതിയോടുണ്ട്. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വളരെ വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോൾ രേവതി ചെന്നപ്പെട്ടിരിക്കുന്നത്. ആ ഒരു കറിയിൽ പല്ലി വീഴാൻ കാരണം രേവതിയാണ്. രേവതി മനഃപൂർവ്വം അടച്ചു വെക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് ചന്ദ്രമതി വരുത്തി തീർത്തത്. അതിന്റെ പേരിൽ വലിയൊരു കലഹങ്ങളുണ്ടായി. അവസാനം രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ രവീന്ദ്രൻ ചോദിച്ചപ്പോഴും രേവതി പറയുവാണ്, ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല, ഞാൻ ആ കറി അടച്ചു വെച്ചിട്ട് തന്നെയാണ് പോയത്, പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് രേവതി ആവർത്തിച്ചു പറഞ്ഞു. അപ്പോൾ രേവതി പറഞ്ഞത്, രവീന്ദ്രൻ പറയുന്നു കുഴപ്പമില്ല മോൾ അകത്തോട്ട് പൊയ്ക്കോ. പക്ഷെ സച്ചി അത് വിടാനായിട്ട് തയ്യാറായില്ല. സച്ചി പറഞ്ഞത്, നീ അകത്തോട്ട് പോ, നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് രേവതിയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. പക്ഷേ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവിടെ പറഞ്ഞുവെങ്കിൽ പോലും ആരും ഇത് വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല. സങ്കടത്തോടു കൂടിയാണ് രേവതി അകത്തോട്ട് പോയത്. പക്ഷെ റൂമിലോട്ട് ചെന്നതിന് ശേഷം ചന്ദ്രമതി ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, നീയാണ് കടൽ തുറന്നു വെച്ചത് എന്ന് എനിക്ക് അറിയാം, പിന്നെ നീ അത് മനഃപൂർവ്വം പറയാത്തതല്ലേ, നീ രേവതിയുടെ തലയിൽ കൊണ്ടിട്ടതല്ലേ എന്നൊക്കെ ഭാമ ചോദിക്കുന്നുണ്ട്. അതിന് ചന്ദ്രമതിയും സമ്മതിച്ചു. എന്തായാലും ഓരോ ദിവസം കഴിയും തോറും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തൻ്റെ അച്ഛൻ അമ്മ തന്നെ കാണാൻ വന്ന സന്തോഷം ശ്രീകാന്ത് നേരെ വർഷയോട് പോയി പറഞ്ഞു. എന്നിട്ട് അമ്മ കാണാൻ വന്നു എന്നും അമ്മ വീട്ടിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ വർഷയില്ലാതെ ഞാൻ എങ്ങനെ വരുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മരുമകളെയും കൊണ്ട് വരാനായിട്ടാണ് അമ്മ പറഞ്ഞതെന്ന് ശ്രീകാന്ത് സന്തോഷത്തോടെയാണ് പറഞ്ഞത്. എന്നാൽ വർഷ തിരിച്ചു ചോദിച്ചു, ഇപ്പോ നിന്റെ അമ്മ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു, പക്ഷെ ഞാൻ വിചാരിച്ചത് വിവാഹം കഴിഞ്ഞു, ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരുപാട് അടുത്തില്ലേ, നമ്മള് ആ ഒരു ശാന്തി മുഹൂർത്തം എല്ലാം കഴിഞ്ഞില്ലേ, ഇനി നീ എന്നെ വിട്ടുപോകുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറയുമ്പോൾ ശ്രീകാന്തിന് നല്ല സങ്കടം തോന്നി. വർഷയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ഒരിക്കലും ഞാൻ അങ്ങനെ വിചാരിച്ചില്ല, പിന്നെ നീ എന്നെ ഇങ്ങനെ മോശമാക്കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. പക്ഷെ വർഷം പറയുന്നുണ്ട്, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, ഇനി ഇങ്ങനെ പറയത്തില്ല. എന്നാൽ ശ്രീകാന്ത് ഒരു വാക്ക് കൊടുത്തു, എന്തൊക്കെ സംഭവിച്ചാലും ഈ ജന്മത്തിൽ നീ തന്നെയാണ് എൻ്റെ ഭാര്യ, ഒരിക്കലും നിന്നെ ഞാൻ വിട്ടു പോകത്തില്ല എന്ന് ശ്രീകാന്ത് വർഷയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞെങ്കിലും രാവിലെ തന്നെ ഉറക്കമിട്ടിട്ട് രേവതി തന്റെ പണികളെല്ലാം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അടുക്കളയിലെ ഭക്ഷണങ്ങളെല്ലാം നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചു. എല്ലാം ഇത് ചോറും കറികളൊക്കെ ആക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി വീണ്ടും വന്നു. എന്നിട്ട് ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ആ ഒരു കറിയിൽ പല്ലി വീണതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ചന്ദ്രമതി വീണ്ടും വഴക്ക് തുടങ്ങിയത്. അവസാനം രേവതി പറഞ്ഞത്, ഓരോ കറികളും എടുത്ത് കാണിച്ചതിന് ശേഷം ഇതിനകത്ത് പല്ലിയുണ്ടോ പാറ്റയുണ്ടോ എന്നൊക്കെ നിങ്ങൾ തന്നെ നോക്കൂന്ന് പറഞ്ഞുകൊണ്ട് രേവതി എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. മുമ്പാണെങ്കിൽ എന്ത് പറഞ്ഞാലും അത് കേട്ടുകൊണ്ട് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന രേവതി ഇപ്പോൾ തിരിച്ചടിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ചന്ദ്രമതിക്ക് ഇപ്പൊ പ്രത്യേകിച്ച് രേവതിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഒട്ടും പറ്റത്തില്ല. അങ്ങനെ കറികളെല്ലാം ഹോളിൽ കൊണ്ടുവച്ചതിന് ശേഷം സച്ചിയും സുധിയെ എല്ലാവരെയും വിളിച്ചു വരുത്തി. എന്നിട്ട് കറികൾ ഓരോന്നായിട്ട് തുറന്നു കാണിച്ചു. പല്ലിയോ പാറ്റ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന നിങ്ങൾ തന്നെ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ മുന്നിൽ എല്ലാം തുറന്ന് കാണിച്ചു. എന്നാൽ ഇതെല്ലാം കണ്ടപ്പോൾ രവീന്ദ്രന് ഒരുപാട് സങ്കടം തോന്നി. തന്റെ ആ ഒരു നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് രേവതി ശ്രമിക്കുന്നത് എന്ന് രവീന്ദ്രന് മനസ്സിലായി. പക്ഷെ അവിടെയും ചന്ദ്രമതിയും സച്ചിയൊക്കെ രേവതിയെ കളിയാക്കാൻ വേണ്ടിയിട്ടും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുമാണ് ശ്രമിച്ചത്. ചന്ദ്രമതി പറഞ്ഞത്, രേവതിക്ക് ഇപ്പോൾ കുറച്ചുകൂടി അഹങ്കാരം കൂടിയിട്ടുണ്ട്, അഹങ്കാരം കുറച്ചൊന്നല്ല ഒരുപാട് കൂടിയിട്ടുണ്ട്, ഇത് കുറച്ച് ഓവറല്ലേ എന്നൊക്കെ സച്ചിയും ചോദിക്കുകയാണ്. അവിടെ തിരിച്ച് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ബോധ്യം വന്നു എന്ന് പറയുന്നതിന് പകരം രേവതിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സച്ചി ശ്രമിക്കുന്നത്. എന്നാൽ രവീന്ദ്രൻ പറഞ്ഞു, അവൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൾ ഇങ്ങനെ എല്ലാം കാണിച്ചത്, അതിൽ എനിക്ക് ഒരു തെറ്റും തോന്നുന്നില്ല എന്ന് രവീന്ദ്രൻ പറഞ്ഞു. ഒപ്പം തന്നെ രേവതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, അച്ഛൻ ഞാൻ ഇനി പുറത്തോട്ട് പോയിക്കോട്ടെ, എനിക്ക് അമ്പലത്തിലോട്ടൊന്ന് പോകണം, ഞാൻ അതുകൊണ്ടാണ് പെട്ടെന്ന് എന്നെ ജോലിയിലാക്കി വെച്ചത് എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പോകാനായിട്ട് പറഞ്ഞുവെങ്കിലും സച്ചിയും ചന്ദ്രമതി അത് തടഞ്ഞു. പക്ഷേ അവിടെ സച്ചി പറഞ്ഞത്, ഇപ്പോൾ ഇവിടെ എല്ലാവരും പിന്നെയും പുറത്തൊക്കെ പോകാനായിട്ട് തുടങ്ങും, അപ്പൊ പിന്നെ അച്ഛൻ മാത്രമേ കാണത്തുള്ളൂ, അതുകൊണ്ട് നീ ഇവിടെ തന്നെ കാണണം,
ചന്ദ്രമതി അത് തന്നെ തടഞ്ഞു. പക്ഷേ രവീന്ദ്രൻ പറഞ്ഞത് ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല, അതുകൊണ്ട് മോള് പോയി അമ്പലത്തിൽ പോയിട്ട് വാ. പക്ഷേ ഡെയിലി അമ്പലത്തിൽ പോകുന്നത് എന്തിനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചോദ്യങ്ങൾ വന്നു. അതൊന്നും കാര്യമാക്കാനായിട്ട് രേവതി തയ്യാറായിരുന്നില്ല. നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ അമ്പലത്തിൽ തന്നെയാണ് രേവതി പോയത്. പലിശക്കാരന്റെ അടുത്ത് പോകുന്നതിന് മുന്നേ തന്നെ എല്ലാ അമ്പലങ്ങളിലും കയറി തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ച് ഓരോരോ അമ്പലങ്ങളിൽ കയറി തൊഴുതതിന് ശേഷം നേരെ പലിശക്കാരന്റെ വീട്ടിലോട്ട് രേവതി പോവുകയാണ് തന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് യാചിക്കാൻ. ഈ സമയത്ത് അവിടെ പലിശക്കാരന്റെ ആ ഒരു ഭാര്യയുടെ കഴുത്ത് ചെറുതായിട്ട് ഉളുക്കിയത് കൊണ്ട് തന്നെ ശ്രുതിയെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിരിക്കുകയാണ്. ശ്രുതി നേരെ അവിടേക്ക് വന്നതിന് ശേഷം അയാളുടെ ഭാര്യയുടെ ദേഹത്ത് മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഉളുക്ക് മാറാനായിട്ട്. ഈ സമയത്താണ് രേവതി അവിടേക്ക് വന്നതിന് ശേഷം പലിശക്കാരനെ കണ്ടു, അയാളോട് സംസാരിക്കുന്ന സമയത്താണ് രണ്ടുപേരും ഷോക്കായി പോയത്. ശ്രുതിയും രേവതിയും അവിടെ വെച്ച് പരസ്പരം കാണുവാണ്. രേവതി പറഞ്ഞത് അമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാണ്. പക്ഷേ പിന്നെ എങ്ങനെ രേവതി ഇവിടെ എത്തി എന്നാണ് പിന്നെ ശ്രുതിയുടെ മനസ്സിൽ തോന്നിയ ചോദ്യം. ഇനി എന്തൊക്കെ സംഭവിക്കാം, ഈ ഒരു പേരും പറഞ്ഞ് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും രേവതി നേരിടാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന നാളുകളിൽ കണ്ടറിയും. അതുവരെയും